എടി ശകുനം പിടിച്ചവളെ, അമ്മാവന്റെയും അമ്മായിയുടെയും കണ്ണുവിട്ട് ചോടി വന്നിട്ട് നിനക്ക് ഇവിടെ വല്ല സുഖവും കിട്ടിയോടി? എവിടുന്ന് തട്ടിക്കൊണ്ട് വന്ന് കെട്ടിയവൻ അന്നേക്കന്ന് തന്നെ ജയിലിൽ പോയില്ലേ? നാശം പിടിച്ച ജന്മം. നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞ അലച്ചു മുതലാളി, തന്തയും തള്ള ഇല്ലാത്ത നിന്നെ പൊന്നുപോലെ വളർത്തിയ ഞങ്ങളെ ചതിച്ച നിന്റെ കൂടെ ദൈവം പോലും ഉണ്ടാവത്തില്ലടി. നാളെ നീ ഇവിടെ കിടന്ന് നരയിക്കാനാണ് നിന്റെ വിധി. എന്റെ വിധി ഞാൻ അനുഭവിച്ചോളാം. നിങ്ങളാരെ ഞാൻ വിളിച്ചില്ലല്ലോ, ഒന്നിനും വിളിച്ചില്ല. അതാണ് ഞങ്ങൾ തേടി പിടിച്ചു വന്നത്. ഒന്നുമില്ലെങ്കിലും രക്തബന്ധമല്ലേ, നരകത്തിലേക്ക് തള്ളിക്കളയാൻ മനസ്സ് വരാഞ്ഞിട്ടാ. നോക്കടി അസത്തെ, നിനക്ക് എന്നും കൊന്നു ഈ അമ്മാവനും അമ്മായി മാത്രമേ കാണൂ. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ പോര്. വണ്ടിയും വെള്ളവും വിളിച്ച് ഞങ്ങൾ ഇവിടെ വന്നതേ നിന്നെ ഉയരോടെ കൊണ്ടുപോകാനാ. ഞാൻ എങ്ങോട്ടും ഇല്ല. അമ്മാവനും അമ്മായും പൊയ്ക്കോ, എനിക്കിവിടെ സുഖം. ആരെ എവിടെ കൊണ്ടുപോവാൻ? ഞാൻ അതാ ആലോചിച്ചത്. ഇവിടെ ഇത്രയും സംസാരം നടന്നിട്ടും ആര് പറഞ്ഞു വന്നില്ലല്ലോ എന്ന്. ആരാ നിങ്ങൾ? മനസ്സിലായില്ലല്ലോ. ഞങ്ങളല്ലേ തന്തയും തള്ളയും ചത്തുപോയി ഇവളെ വളർത്തി വലുതാക്കിയത്. എന്റെ വകയിൽ ഒരു അമ്മായിയും അമ്മാവനും അമ്മേ. ഓ, വിനേട്ടനോട് ഇവരുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിനയന് മാത്രമല്ല, അല്പസ്വല്പമൊക്കെ ഞങ്ങൾക്കും അറിയാം. അതൊരു മാതിരി ആക്കിയ വർത്തമാനമാണല്ലോ. എന്നാലേ അല്പസ്വല്പമാക്കണ്ട, മുഴുവനായിട്ട് അറിഞ്ഞോ. ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ അറിയാതെയാ ഇവിടുത്തെ പയ്യെ കെട്ടിയത്. ഞങ്ങൾക്കത് സമ്മതമല്ല. മാത്രമല്ല കേട്ടറിഞ്ഞിടത്തോളം അവനങ്ങ് ജയിലിലും. ഇനി ഞങ്ങൾ ഇവളെ അങ്ങ് കൊണ്ടുപോവുക. ഇല്ല, ഞാൻ വരില്ല. എന്റെ കല്യാണം കഴിഞ്ഞതാ. ഇനി ഞാൻ ഇവിടെയാ ജീവിക്കുന്നത്. കല്യാണം കഴിഞ്ഞെങ്കിലും നിനക്ക് ഇതുവരെ ഒരു കേടുപാടും പറ്റിയിട്ടില്ലല്ലോ. അന്ന് എന്നെ കെട്ടിയവനെ പോലീസുകാർ കൊണ്ടുപോയില്ലേ? അതാ പറഞ്ഞത്, ഇവിടുത്തെ പൊറുതി മതിയാക്കി ഞങ്ങളുടെ കൂടെ വരാൻ. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പോവാൻ പറഞ്ഞാ കേക്കില്ലടി. അയ്യോ, എന്താ ഈ കാണിക്കുന്നേ? താൻ അങ്ങോട്ട് മാറി നിക്ക്. മാറി നിക്കടോ അങ്ങോട്ട്. ഇതേ ഒരധ്യാപകന്റെ വീടാ. രാജ്യം ആദരിച്ച മാതൃകാ അധ്യാപകന്റെ തറവാട്. അവിടെ അതിക്രമിച്ച് കയറി അക്രമം കാണിച്ചാലേ താനും ഈ സ്ത്രീയും ലോക്കപ്പിൽ കിടന്ന അഴിയെണ്ണും. എന്താ കാണണോ? നിങ്ങക്ക് കാണണോന്ന്? അതാര്? ദേ, അച്ഛനെത്തി. നിങ്ങൾ രോഹിണിയുടെ അമ്മാവനും അമ്മായിയാണെങ്കിൽ അച്ഛനോടൊപ്പം അകത്ത് കയറി ഇന്ന് സംസാരിക്കേ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്താ ഇവിടെ? ഇത് രോഹിണിയുടെ. അറിയാം. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ വന്നതേ ഞങ്ങളുടെ കൊച്ചിനെ തിരിച്ചു കൊണ്ടുപോവാനാ. ഇതിപ്പോ നിങ്ങളുടെ കൊച്ചല്ല, എന്റെ ഏട്ടന്റെ ഭാര്യയാണ്. വീട്ടിൽ വന്ന് അതിക്രമം കാണിച്ച ഞങ്ങള് പോലീസിനെ വിളിക്കും. നീ വിളിക്കടി, വിളിക്ക്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് അതിക്രമം കാണിക്കാനും 2.5 പവന്റെ മുക്കുകൊണ്ടം തന്ന് ഞങ്ങളെ കബളിപ്പിക്കാനും നിനക്ക് ഉളിപ്പൊന്നും ഇല്ലായിരുന്നല്ലോ. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞതും കഴിഞ്ഞതുമായ കാര്യങ്ങളാ. ഇപ്പോഴീ നിൽക്കുന്ന രോഹിണി വിനയൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയാ. അതിന് അവൻ അന്ന് തന്നെ ജയിലിൽ പോയില്ലേ? ഇനി ആർക്ക് വേണ്ടിയിട്ടാ ഇവളെ ഇവിടെ നിർത്തേണ്ടത്? അതെ,
ഇവളെ കെട്ടാനേ ഞങ്ങൾക്ക് വേറെ ആളുണ്ട്. ഏ? ജയിലിൽ കിടക്കുന്ന ഒരുത്തിന് വേണ്ടി ഇവളെ ഇവിടെ കെട്ടിടാൻ പറ്റത്തില്ല. ജയിലൊക്കെ കഴിഞ്ഞു. വിനേട്ടൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.